ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം. ഉദ്യോഗസ്ഥർ പറഞ്ഞത് പ്രകാരമാണ് അറ്റകുറ്റപ്പണിക്ക് അനുമതി നൽകിയത് എന്ന ശബരിമല തന്ത്രിമാരുടെ മൊഴി. സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ എ പത്മകുമാറിനെ 2 ദിവസത്തെ SIT കസ്റ്റഡിയിൽ വിട്ടു. മുൻ ദേവസ്വം സെക്രട്ടറി S ജയശ്വരുടെയും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ശ്രീകുമാറിന്റെയും മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി വെള്ളിയാഴ്ച പരിഗണിക്കും. ശബരിമല ക്ഷേത്രത്തിലെ തന്ത്രിമാരായ കണ്ഠരര് രാജീവരുടെയും മോഹനരുടെയും മൊഴിയാണ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. ഉദ്യോഗസ്ഥർ പറഞ്ഞതനുസരിച്ചാണ് സ്വർണ്ണപ്പാളിയിൽ അറ്റകുറ്റപ്പണിക്കായി അനുമതി നൽകിയതെന്നാണ് മൊഴി. അറിയാവുന്നതെല്ലാം SITയോട് പറഞ്ഞിട്ടുണ്ടെന്നും എ പത്മകുമാർ പറഞ്ഞ ദൈവതുല്യനായ വ്യക്തി ആരാണെന്ന് തനിക്കറിയില്ലെന്നും കണ്ഠരര് രാജീവര് പറഞ്ഞു. SITയെ കണ്ടു. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദവിവരങ്ങളൊന്നും തരാൻ പറ്റത്തില്ല. എനിക്ക് നിയന്ത്രണങ്ങളുണ്ട്. സ്ഥാപന ജംഗമ സ്വത്തുക്കളൊക്കെ ദേവസ്വം ബോർഡിന്റെ കസ്റ്റഡിയിലാണ്. അത് ഞാനെങ്ങനെ അറിയാനാ? ദൈവതുല്യന എത്രയോ പേരുണ്ട്. കേസിലെ പ്രധാന പ്രതിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ എ പത്മകുമാറിനെ 2 ദിവസം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്ന് പത്മകുമാറിനെ പുറത്തിറക്കിയപ്പോൾ കോൺഗ്രസ് BJP പ്രവർത്തകർ പ്രതിഷേധിച്ചു. മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ശ്രീകുമാർ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി വെള്ളിയാഴ്ച പരിഗണിക്കും. അതുവരെ ജയശ്രീയുടെ അറസ്റ്റിനുള്ള വിലക്കും തുടരും. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.